പെട്ടെന്ന് ഇങ്ങനെ നോക്കെടുത്തപ്പോ കുറച്ച് ലീഗരൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. എന്നിട്ട് നമ്മളെ കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു പ്രതിജ്ഞ, ഈ രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും ഒക്കെ കാത്തു സംരക്ഷിക്കുവാൻ ഈ ഹരിത പതാക പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രതിജ്ഞയൊക്കെ ചൊല്ലി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വാഹനത്തിൽ ഇങ്ങനെ പോകുന്ന ആളുകൾ കാണുക. ഇത് ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല, റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു അങ്ങാടി കഴിഞ്ഞാൽ അടുത്ത അങ്ങാടിയിലും അവിടെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇന്ന് മാർച്ച് 10 എന്താണ് മാർച്ച് 10 എന്ന് അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. എന്താണ് മാർച്ച് 10 എന്ന് അറിയാത്ത? മാർച്ച് 10 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ദിവസം. അത് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് വലിയ ആവേശം. ഇന്ന് ഞങ്ങൾ ഈ മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് കടന്നു വന്ന ദിവസം, ഞങ്ങളുടെ വല്യപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ പുന്നാര ഉപ്പാപ്പയായിട്ടുള്ള മഹാനായ ഖാലിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇതുപോലൊരു മാർച്ച് 10 70 കൊല്ലം മുമ്പ് മദിരാശിയിലെ രാജാജി ഹാളിൽ അന്ന് ഈ പതാക ഉയർത്തിയത്. അഭിമാനത്തോടു കൂടി പറയാണ് ഈ പുതിയ ന്യൂ ജനറേഷൻ MSF-കാരനും യൂത്ത് ലീഗുകാരനും ഒക്കെ പറയാണ്. ഏതാണ്, ആരാണ് പറയുന്നത്? MSF-ന്റെ പുതിയ കാലത്തെ ചെറുപ്പക്കാരാണ് പറയുന്നത്. ഏതാണ് ഈ ചെറുപ്പക്കാർ? ഒരു കാലത്ത് നമ്മുടെ കാരണന്മാർക്കറിയാം, അവിടെ ഇരിക്കുന്ന കാരണന്മാർക്കറിയാം, ഈ വേദിയിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് അറിയാം. ഒരു കാലത്ത് ഈ കൊടി പിടിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ അന്നെന്താ പറഞ്ഞത്? വെള്ളക്കാച്ചിയുടെയും കറുത്ത സൂപ്പിന്റെയും കാലം കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് അസ്തമിക്കും, പിന്നെ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ എവിടെ വെള്ളക്കാച്ചി? ഇപ്പൊ കറുത്ത സൂപ്പ് എടുക്കണ പെണ്ണുങ്ങൾ എവിടെ ഉള്ളത് അല്ലേ? ഇപ്പൊ ഉമ്മമാര് വരെ പർദ്ദയിലേക്ക് മാറിയില്ലേ? ഇപ്പൊ എല്ലാരും പർദ്ദല്ല. ഇപ്പൊ എവിടെ കറുത്ത സൂപ്പ്? എവിടെ വെള്ളക്കാച്ചി? വെള്ളക്കാച്ചിയുടെ കാലം കഴിഞ്ഞു, കറുപ്പ് സൂപ്പിന്റെയും കാലം കഴിഞ്ഞു. പക്ഷേ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും, മുസ്ലിം ലീഗിന്റെ കാലം കഴിഞ്ഞിട്ടില്ല. ആ മുസ്ലിം ലീഗ് ഇന്നും അജയ്യമായി ഈ മണ്ണിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മുസ്ലിം ലീഗ് 948 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയപ്പോ അന്നെന്താ മുസ്ലിം ലീഗിനെ നോക്കിയിട്ട് പറഞ്ഞത്? എന്തിനാണ് ചെങ്ങായിമാരെ ഇങ്ങനെ ഒരു പാർട്ടി അല്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി? നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ആരാ പറഞ്ഞത്? ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിലെ സഖാക്കളാണ്? അല്ല, ഏതെങ്കിലും ചില്ലറ ആൾക്കാരല്ലല്ലോ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി എന്ന് മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലീഗിനെ നോക്കി പറഞ്ഞത്, ഇന്ത്യയിൽ ഇനി അതിന്റെ അപ്പുറത്ത് ഒരാളും വരാനില്ല അല്ലേ? ഇങ്ങനെ ഒരു പാർട്ടി വേണ്ട, നിങ്ങൾ പിരിച്ചു വിടണം, നിങ്ങൾ ഉണ്ടാക്കരുത്. ആ പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. എങ്ങനെ? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് ആര്? ഏതെങ്കിലും ലോക്കല്. ഇന്നിപ്പോ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പുതിയ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ ലീഗ് അങ്ങോട്ട് വലിച്ചു പോകും എന്നൊക്കെ വിചാരിക്കണ കുറെ ആളുകളുണ്ട്. കുറച്ച് പൈസ ഇവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പണച്ചാക്കുകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് തൽക്കാലം ഞാൻ കുറച്ച് പൈസ ഒക്കെ അങ്ങോട്ട് എറിഞ്ഞാൽ മുസ്ലിം ലീഗ് അങ്ങോട്ട് ഇല്ലാതാവും, മുസ്ലിം ലീഗിനെ ഞാൻ അങ്ങോട്ട് പിരിച്ചു വിടും എന്നൊക്കെ വിചാരിച്ച് വരുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഒരു മനസ്സിലുള്ള ധാരണ, അവരൊക്കെ വിചാരിച്ചാൽ മുസ്ലിം ലീഗ് അങ്ങോട്ട് ഇല്ലാതാക്കാന്നുള്ളതാണ്. പക്ഷെ ഇവരൊക്കെ എത്രയോ അപ്പുറത്തുള്ള ആളുകൾ. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതിന് ശേഷമല്ല, മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നതിന്റെ മുമ്പേ നിങ്ങൾ വായിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഖാദർ മൊയ്തീൻ സാഹിബ് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് 948 മാർച്ച് 10 രൂപീകരിക്കുമ്പോൾ അതിന്റെ 2 മാസം മുമ്പ് ജനുവരി 10 ഖായിദ മില്ലത്തിനെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. വരുന്ന ആള് ചില്ലറക്കാരനൊന്നല്ല, ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിന്റെ ആളൊന്നല്ല വരുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ഒരാൾ ഇന്ത്യയിൽ വരാനില്ല.
മൗണ്ട് മാറ്റൻ പ്രഭു വന്നിട്ട് ഇസ്മായിൽ സാഹിബിനോട് പറയണം, നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കരുത്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കരുത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞയച്ചതാണ്. മൗണ്ട് മാറ്റൻ പ്രഭുവിനോട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഈ ഒരു പ്രസ്ഥാനം ആവശ്യമാണ് എന്ന് വരും കാലത്ത് ബോധ്യപ്പെടും. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പ്രസ്ഥാനം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അത് ഈ രാജ്യത്ത് ആവശ്യമാണ് എന്നുള്ളത് വരും കാലത്ത് സമൂഹത്തിന് അത് ആവശ്യമായി വരും. അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി. മൗണ്ട് മാറ്റൻ പ്രഭു വന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാക്കാതെ പിരിച്ചുവിട്ട് പോയിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ മനുഷ്യനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ മുസ്ലിം ലീഗ് കടന്നു വന്നപ്പോൾ മുസ്ലിം ലീഗിനെ ഒരുപാട് എതിർക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് ചോദിച്ച് കടന്നു വന്നിട്ടുണ്ട്. എന്തിനാ അങ്ങനെ ഒരു പാർട്ടി? ഞങ്ങൾ പോരെ, ഇവിടെ ഒരുപാട് മറ്റ് മതേതര പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് പോരെ, എന്തിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി എന്തിനെന്ന് ചോദിച്ച് കടന്നു വന്നിട്ടുണ്ട്. അവസാനം കുറെ പ്രലോഭനങ്ങൾ കൊടുത്തിട്ടും വശംവദരാകാതെ വന്നപ്പോ ഓഫറുകൾ വെച്ച് നീട്ടിയിട്ടുണ്ട്. ഇസ്മായിൽ സാഹിബിനോട് വിദേശ രാജ്യങ്ങളിൽ അംബാസഡർ പദവി തരാം, ഇനി ഞങ്ങളെ കൂട്ടത്തിൽ പോന്നാൽ ക്യാബിനറ്റ് റാങ്ക് തരാം മന്ത്രിസഭയിൽ. ഇസ്മായിൽ സാഹിബിന് മന്ത്രിസ്ഥാനമാണ് വേണ്ടതെങ്കിൽ മന്ത്രിസ്ഥാനം തരാം, വലിയ പദവികൾ തരാം. എന്തിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് ചോദിച്ച് കടന്നു. പിന്നെ എതിർക്കാൻ നോക്കാം. മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ് എന്ന് വിളിച്ചു. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ CH മറുപടി കൊടുത്തു, അല്ല പണ്ഡിറ്റ്, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് മുസ്ലിം ലീഗ്, അതിനെ ഉണർത്താൻ തൽക്കാലം ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് മഹാനായ CH പറഞ്ഞു. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശ്രമിച്ചിട്ട് മുസ്ലിം ലീഗിനെ തകർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട പുത്രി ഇന്ദിരാ പ്രിയദർശിനി, ലോകം കണ്ട ഏറ്റവും വലിയ ഉരുക്കു വനിത എന്നറിയപ്പെട്ട ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ആ ഇന്ദിരാഗാന്ധി അംഗരക്ഷകർക്കിടയിൽ നിന്ന് വെടിയേറ്റ് മരണപ്പെട്ടു. ഇന്ദിരാഗാന്ധി ഈ രാജ്യത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി കടന്നു വന്ന രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തു. ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് തമിഴ് തീവ്രവാദികളുടെ ചാവേർ സ്ഫോടനത്തിൽ ഛിന്ന ഭിന്നമായി പോയ ശ്രീ രാജീവ് ഗാന്ധി വിട പറഞ്ഞു പോകുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീമതി സോണിയ ഗാന്ധി കടന്നു വന്നു. പണ്ഡിറ്റ് ജവഹർലാലിന്റെ പേരക്കുട്ടിയുടെ പ്രിയപ്പെട്ട പത്നി ഈ രാജ്യത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചത്ത കുതിരയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അതേ മുസ്ലിം ലീഗ്. എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി എന്ന് ചോദിച്ച അതേ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട നേതാവ്, ആ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു ചെന്ന പ്രിയപ്പെട്ട ഈ അഹമ്മദ് സാഹിബ് അങ്ങുണ്ടാകണം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി അങ്ങ് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറി. ആ കായികമില്ലത്തിന്റെ ദർശനങ്ങൾ ശരിയായിരുന്നുവെന്ന് അവരുടെയൊക്കെ പിൻഗാമികൾ കാലം കടന്നു പോകുമ്പോൾ അവർ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. മദിരാശിയിലെ ഡോക്ടർ സുബ്ബരായ, മദിരാശി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ സുബ്ബരായൻ പറഞ്ഞു, ഞാൻ എന്റെ പല്ലും നഖവും ഉപയോഗിച്ചിട്ട് മുസ്ലിം ലീഗിനെ എതിർക്കും. അന്ന് മുസ്ലിം ലീഗിന് എന്താ ഉള്ളത്? അന്ന് മുസ്ലിം ലീഗിന് വലിയ കരുത്തൊന്നുമില്ല, മുസ്ലിം ലീഗിന് വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല. പക്ഷെ ആ സുബ്ബരായന്റെ ധിക്കാരങ്ങൾക്ക് മുമ്പിൽ പഠിച്ചു തന്നു മുസ്ലിം ലീഗ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടയാളാണ് സർദാർ വല്ലഭായി പട്ടേൽ. മുമ്പിലുള്ള കാരണന്മാർക്കൊക്കെ അറിയാം. ആ സർദാർ പട്ടേൽ മുസ്ലിം ലീഗിനെ ഞെക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് കടന്നു വന്നിട്ടുണ്ട്. ആ സർദാർ പട്ടേലിന്റെ ഉരുക്കുമുട്ടികൾക്ക് മുമ്പിലും പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് 7 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഈ ഹരിത പതാക പാറി പറപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോയി.
ഇപ്പൊ 70ാമത്തെ കൊല്ലത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുന്നു. ഈ രാജ്യത്ത് വേറെ ഏത് പാർട്ടിയുണ്ട് ഇതുപോലെ ചരിത്രം പറയാൻ കഴിയുന്ന, ഇതുപോലെ പാരമ്പര്യം പറയാൻ കഴിയുന്ന വേറെ ഏത് പാർട്ടിയുണ്ട് ഈ രാജ്യത്ത്? കറുപ്പ് സൂപ്പും കാച്ചിത്തുടിയുടെയും കാലം കഴിഞ്ഞ മുസ്ലിം ലീഗ് അസ്തമിക്കും എന്ന് പറഞ്ഞ ആ തലമുറയിലെ പിൻഗാമികളോട് പുതിയ കാലത്തിലെ പുതിയ ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാർ അവർ പുതിയ കാലത്തിരുന്നു കൊണ്ട് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് അതിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്റർനെറ്റ് യുഗത്തിലിരുന്ന് അവർ ചോദിക്കണം, മുസ്ലിം ലീഗിന് പകരം വെക്കാൻ ഈ രാജ്യത്ത് വേറെ ഒരു പ്രസ്ഥാനമുണ്ട്? ഈ രാജ്യത്ത് ഇത്രത്തോളം ചരിത്രം പറയാൻ കഴിയുന്ന, ഇത്രത്തോളം പാരമ്പര്യം പറയാൻ കഴിയുന്ന 948 മാർച്ച് 10 മദിരാശിയിൽ നിന്നുണ്ടാകുമ്പോ എന്നിട്ട് അതേ പേര് തന്നെയാണ് 2017 എത്തിയിട്ടും അതേ മുസ്ലിം ലീഗ് തന്നെയാണ്. ഒരു മാറ്റവും മുസ്ലിം ലീഗിന് വരുത്തിയിട്ടില്ല. അന്ന് വിളിച്ച അതേ മുദ്രാവാക്യം തന്നെയാണ് 70 കൊല്ലമായിട്ടും ആവേശത്തോടു കൂടി ഇന്നും ഈ പേരക്കുട്ടികൾ വിളിക്കുന്നത് അതേ മുദ്രാവാക്യം തന്നെയാണ്, അതേ ആദർശം തന്നെയാണ്, അതേ ഭരണഘടന തന്നെയാണ്, അതേ ചിഹ്നം തന്നെയാണ്, അതേ കൊടി തന്നെയാണ്. ഒരു കൊടിയിലോ ഒരു ചിഹ്നത്തിലോ ഒരു പേരിലോ ഒരു അക്ഷരം പോലും മാറ്റിയിട്ടില്ല. മാറ്റമുണ്ട്, മാറ്റമുണ്ട്. അന്ന് പറഞ്ഞത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല. പക്ഷെ ഇന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തല്ല, ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ 70 കൊല്ലത്തിന്റെ അടക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യം മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ വേദിയായ ഐക്യരാഷ്ട്രസഭയിൽ, ആ ഐക്യരാഷ്ട്രസഭയിൽ ഈ രാജ്യത്തിനെ പ്രതിനിധീകരിക്കാൻ ഒരു പ്രതിനിധിയെ പറഞ്ഞേക്കുമ്പോ ആ പ്രതിനിധിയുടെ പേര് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, അത് മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഗവൺമെന്റ് ആണെങ്കിലും മുസ്ലിം ലീഗ് ഇല്ലാത്ത ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റുകളും രാജ്യത്തിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തയക്കുമ്പോ അതിൽ പറയാൻ അന്തസ്സോടുകൂടി ഒരു പേര് കണ്ടിരുന്നത് നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ മർഹൂം ഇ അഹമ്മദ് സാഹിബിന് അഭിമാനത്തോടു കൂടി ഇന്ത്യയുടെ പ്രതിനിധിയായി ലോകരാഷ്ട്രങ്ങളുടെ വേദിയിൽ പോയി പറയാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടല്ല, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ടല്ല, ഇന്ത്യയുടെ പ്രതിനിധിയായി അവിടെ പേര് വിളിക്കുമ്പോ ഈ അഹമ്മദ് ഇന്ത്യ എന്നാ പറയുന്നത്. ഇന്ത്യയുടെ പ്രതിനിധിയായി ലോകരാഷ്ട്രങ്ങളുടെ വേദിയിൽ പോയി അന്തസ്സോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാ അപ്പുറത്ത് 948 മുസ്ലിം ലീഗ് രാജ്യത്ത് പറവിയെടുക്കുമ്പോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൽ എവിടെ? അന്നുണ്ടായിരുന്ന കോൺഗ്രസ് അല്ല എന്നുള്ള കോൺഗ്രസ്. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന, വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസ് 970കളിൽ ഉണ്ടായ പിളർപ്പിനെ തുടർന്ന് നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക കോൺഗ്രസ് വേറെ പോവുകയും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റൊരു കോൺഗ്രസ് രൂപീകരിക്കുകയും പിന്നെ 970കൾക്ക് ശേഷം ഈ രാജ്യത്ത് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസാണ്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസാണ്. ഔദ്യോഗിക കോൺഗ്രസ് 970കളോട് കൂടി അസ്തമിച്ചു പോയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ നോക്കി നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 957 ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ കേരള സംസ്ഥാനത്ത് അത്ഭുതകരമായ ഒരു റെക്കോർഡിട്ട പാർട്ടിയാണ്. ലോകത്ത് തന്നെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒന്നാമത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. ലോകത്തിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായി വന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നാട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് മുസ്ലിം ലീഗിനെ നോക്കി നിങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ആ 957 കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്ന് കേരളത്തിലെ പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടി. 964 ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു പോയിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നുണ്ടായിരുന്ന പാർട്ടിയിൽ 964 പിളർപ്പുണ്ടാവുകയും
ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ച ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 964 ശേഷം അവർ CPI ആയിക്കൊണ്ട് അവർ നിലനിൽക്കുകയും 964 കിഷൻ സിംഗ് സുർജിത്തിന്റെയും EMS നമ്പൂതിരിപ്പാടിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പുതിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ M എന്ന് എഴുതിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുസ്ലിം ലീഗിന്റെ ചരിത്രം പറയാൻ കഴിയില്ല. പിന്നെ കേരളത്തിൽ ഒരുപാട് പാർട്ടികൾ വേറെ ഉണ്ടായിരുന്നു. അതിന്റെ വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. KSP, PSP എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാർട്ടികൾ നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാം. ഒരുപാട് പാർട്ടികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ പാർട്ടികളൊക്കെ ഒന്ന് ഇവിടെ. പക്ഷെ അപ്പോഴും അന്തസ്സോട് കൂടി നമുക്ക് പറയാൻ കഴിയും 948 മുസ്ലിം ലീഗ് അന്ന് വലിയ സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് 967 മുസ്ലിം ലീഗുകാരൻ ആദ്യമായി കേരളത്തിന്റെ മന്ത്രിയായി വരികയാണ്. പഞ്ചായത്ത് മെമ്പറാകാൻ കഴിയില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിസഭ കൈകാര്യം ചെയ്യുന്ന ഭരണം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി മഹാനായ പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് വരികയാണ്. CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാന്യനായ അഹമ്മദ് കുരിക്കള് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുമായി മുസ്ലിം ലീഗിന്റെ 2 മന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിസഭയിലേക്ക് മുസ്ലിം ലീഗ് കടന്നു വരികയാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർക്ക് ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമ്പോ ഈ നാടിന്റെ ചിത്രം മാറാൻ നിങ്ങൾ പഠിച്ചു നോക്ക്. 967 മുമ്പുള്ള മലപ്പുറം ജില്ല, 967 മുമ്പുള്ള മലപ്പുറം ജില്ലയുടെ അന്നത്തെ പ്രദേശങ്ങൾ, അന്ന് മലപ്പുറം ജില്ല ഉണ്ടായിട്ടില്ല, ആ മലപ്പുറം ജില്ലയുടെ പ്രദേശങ്ങൾ 967 ശേഷം മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, അതാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കേണ്ടത്. മുസ്ലിം ലീഗ് ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്നാ പഠിക്കേണ്ടത്. ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗും മറ്റ് ഇതര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കണ്ട. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ചന്ദ്രിക ദിനപത്രമോ അല്ല പറയണത്. ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് ഔദ്യോഗികമായി നിയോഗിച്ച കഴിഞ്ഞ UPA ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഔദ്യോഗികമായി ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമങ്ങളെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്ന ഡോക്ടർ രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം മുഴുവനും അവർ സന്ദർശിച്ചിട്ട് പഠനം നടത്തിയിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന വരികളുണ്ട്. ആ വരികൾ പഠിച്ചാൽ മതി. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്, മുസ്ലിം ലീഗിനെ കൊണ്ട് മുസ്ലിം ലീഗ് ഉണ്ടായ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തെ കുറിച്ച് പഠിക്കാനാണ് സച്ചാർ കമ്മീഷനെ നിയോഗിച്ചത്. അവർ പറഞ്ഞു, ഞങ്ങള് തമിഴ്നാട്ടിൽ പോയി, ഞങ്ങൾ കർണാടകത്തിൽ പോയി, മഹാരാഷ്ട്രയിൽ പോയി, ആന്ധ്രയിൽ പോയി, ഗുജറാത്തിൽ പോയി, ഡൽഹിയിൽ പോയി, ഉത്തർപ്രദേശിൽ പോയി, പശ്ചിമ ബംഗാളിൽ പോയി, അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഡോക്ടർ രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടങ്ങുന്ന കമ്മീഷൻ പോയി സന്ദർശിച്ചു. എന്നിട്ട് അവർ പറയുന്ന വരികളുണ്ട്. ഞങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്ക മത ന്യൂനപക്ഷങ്ങളുടെ ജീവിത നിലവാരത്തെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. പശ്ചിമ ബംഗാളിൽ പോയപ്പോ അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്, പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ അവർ അവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ളത് ആദിവാസികളാണ്. പക്ഷെ ആദിവാസികളെക്കാളും പിന്നോക്കമാണ് പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ. അവിടെ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ വൈദ്യുതി ഇല്ല, വൈദ്യുതി പോസ്റ്റും ഇല്ല, അതിന്റെ ലൈനും ഇല്ല, വൈദ്യുതി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല. മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ടാറിട്ട റോഡുകൾ അവിടെ കാണുന്നില്ല. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പള്ളിക്കൂടങ്ങളില്ല, രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള ആരോഗ്യ കേന്ദ്രങ്ങളില്ല. മാത്രമല്ല, എത്രത്തോളം കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ഹൗറ പാലത്തിന്റെ ചുവട്ടിൽ താടി വലിക്കുന്ന ക്ഷുരകന്മാരായിക്കൊണ്ടും മനുഷ്യനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷാ വണ്ടികൾ വലിച്ച് ചോര തുപ്പി മരിച്ചു വീഴുന്ന, ചെറുപ്പത്തിലെ വാർദ്ധക്യം ബാധിച്ചവരായി മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന, കണ്ടാൽ പ്രായം തോന്നുന്ന ചെറുപ്പക്കാരായ ബംഗാളി മുസ്ലിങ്ങളുടെ കഥയാണ് കൊൽക്കത്തയുടെ തെരുവുകൾക്ക് പറയാനുള്ളത്. ആ കൊൽക്കത്തയുടെ തെരുവുകളിൽ മുസ്ലിങ്ങളുടെ കൈകളിൽ സ്വത്തില്ലാതിരുന്നിട്ടല്ല,
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. പക്ഷെ വഖഫിന്റെ പേരിൽ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ആരൊക്കെയോ വന്ന് കയ്യേറിയിരിക്കുകയാണ്. ഇന്ത്യ ഭരിച്ച രാജാക്കന്മാരുടെ പേരക്കുട്ടികളാണ്. പക്ഷെ എഴുതാനും വായിക്കാനും അറിയാത്ത അറ്റവും ആദിവാസികളെക്കാളും പിറകിലുള്ള അധകൃതരായിക്കൊണ്ട് ബംഗാളിലെ മുസ്ലിങ്ങൾ മാറിയെന്ന് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ഡോക്ടർ രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ റിപ്പോർട്ടാണ്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയവർ, എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് അല്പം മാറ്റം തോന്നിയത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ്. ആ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഞങ്ങൾ കടന്നു ചെന്നപ്പോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ മുസ്ലിങ്ങൾ വിദ്യാസമ്പന്നരാണ്. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ സർക്കാർ ജോലിയുള്ളവരാണ്. സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു ചെന്നാൽ അവിടെ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാമുദായിക കണക്കെടുത്ത് നോക്കിയാൽ 0.5% പോലും ഇല്ല. 35 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി മാത്രം ഭരിച്ച സംസ്ഥാനമാണ്. 0.5% പോലും ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ളവർ സർക്കാർ സർവീസിലില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണങ്ങളില്ല. പക്ഷെ കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ചെന്നാൽ അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ജീവനക്കാരുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്. എല്ലാം ഈ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം കെട്ടിപ്പടുത്തതാണ്. എന്നിട്ട് ഡോക്ടർ രജീന്ദർ സച്ചാർ പറയുന്നത്, എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? ഞങ്ങൾ ആശ്ചര്യമുളവാക്കി. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ രാജ്യത്ത് തന്നെ വ്യത്യസ്തരായ ജനവിഭാഗത്തെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലൊരു മാറ്റമുണ്ട്, ഒരു പരിവർത്തനമുണ്ട്. ആ പരിവർത്തനത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് അത് മദിരാശിക്കാരനായ മുഹമ്മദ് ഇസ്മയിൽ എന്ന് പറയുന്ന ഒരു മഹത്തായ വ്യക്തിയുടെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കേരള സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് രാജ്യത്തോട് വിളിച്ചു പറയുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന ഡോക്ടർ രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ റിപ്പോർട്ടുകളാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത് മുസ്ലിം ലീഗുകാർ എഴുതിയതല്ല. പക്ഷെ ആ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടായി. അപ്പൊ കേരളത്തില് മുസ്ലിങ്ങൾ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്, ഇവിടെ മറ്റൊരുപാട് പാർട്ടികളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായത് കൊണ്ടാണ് കേരളത്തിൽ ഈ നേട്ടം ഉണ്ടായതെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലമല്ലേ ബംഗാൾ. അവിടെ ഉണ്ടാകണ്ടേ ഈ നേട്ടം. ആ ബംഗാളികളാണല്ലോ ഇപ്പൊ നാളെ നേരം പോലത്തെ വെള്ളിയമ്പുറത്ത് അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാം ബംഗാളികളെ. മര്യാദക്ക് പേര് പോലും എഴുതാൻ അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, ജീവിക്കാൻ അവരുടെ മക്കൾക്ക് അരി വാങ്ങാൻ ഗതിയില്ലാഞ്ഞിട്ട് ഇങ്ങോട്ട് വണ്ടി കയറുകയാണ് മലപ്പുറത്തേക്ക്. ആ അവസ്ഥ ഉണ്ടാക്കി തീർത്തത് 35 കൊല്ലത്ത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഈ മാറ്റം ഉണ്ടായത് ബംഗാളിലില്ലാത്ത മുസ്ലിം ലീഗ്, ഗുജറാത്തില്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള മുസ്ലിം പ്രമാണിമാരുടെ സ്ഥലമാണ് ഗുജറാത്ത്. സമ്പത്തിന്റെ ബലം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതെങ്കിൽ ഇതിന് രാഷ്ട്രീയത്തിന്റെ പിൻബലമൊന്നും വേണ്ട. മുസ്ലിങ്ങള് ഈ മലപ്പുറത്തും മലബാറിലും ഒക്കെ മുസ്ലിങ്ങൾ വലിയ വലിയ ഉന്നതിയിലെത്തിയത് ഗൾഫ് പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ അങ്ങനെയൊക്കെ പറയണം, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് ഗൾഫ് പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ചില ആളുകൾക്ക് പറയാം. പക്ഷേ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ രക്ഷപ്പെടണമായിരുന്നു. മലപ്പുറത്തെക്കാളും വലിയ സമ്പന്നരുള്ള നാടാണ് ഗുജറാത്ത്. അഹമ്മദാബാദിലാണ് വലിയ വലിയ തുണിമില്ലിന്റെയും ഫാക്ടറികളുടെയും ഒക്കെ മുതലാളിമാർ മുസ്ലിങ്ങളാണ്. അഹമ്മദാബാദിലെ വലിയ വലിയ സമ്പന്നന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ. പക്ഷെ ആ സമ്പത്തിന്റെ മുമ്പിലാണ് ഒരു വേള അവിടെ RSSകാരൻ വന്നിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ, തീ കൊടുത്ത് കൊന്നുപോയ, തീ കത്തി കരിഞ്ഞു പോയ മൃതദേഹങ്ങള് ആയിരക്കണക്കിന് മയ്യത്തുകളാണ്. 1-2 മയ്യത്തല്ല, ആ ആയിരക്കണക്കിന് മയ്യത്തുകൾ റോഡ് സൈഡിൽ കുമിഞ്ഞു കൂട്ടിക്കിടക്കുമ്പോ, മയ്യത്തുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുമ്പോ, ആ മയ്യത്തുകൾ മറവ് ചെയ്യാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഹമ്മദ് സാഹിബ് കടന്നു പോകേണ്ടി വന്നു ആ ഗുജറാത്തിന്റെ മണ്ണിലേക്ക്. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ട്, ഞാൻ എയർപോർട്ടിൽ നിന്നിട്ട് വരുന്ന വഴിക്കൽ കാണുന്ന മനുഷ്യന്റെ മൃതദേഹങ്ങളെ ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
ആ മൃതദേഹങ്ങളെ മറവ് ചെയ്യാൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് നിങ്ങൾ ബാധ്യസ്ഥനാണ്. അത് ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ അഹമ്മദ് സാഹിബ് അന്ന് ഗുജറാത്തിന്റെ മണ്ണിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അഹമ്മദാബാദിലെ സമ്പത്തുള്ള മുസ്ലിമിന്റെ പ്രൗഢി അവിടെ രക്ഷക്കെത്തിയിട്ടില്ല. അവിടെ സമ്പത്ത് രക്ഷക്കെത്തിയിട്ടില്ല. അവിടെ പണം കൊണ്ട് അവിടെ രക്ഷപ്പെട്ടിട്ടില്ല. മറിച്ച് രാഷ്ട്രീയമായ ഒരു കരുത്ത് ഈ മലബാറിലെയും മലപ്പുറത്തെയും കേരളത്തെയും മുസ്ലിംകൾ നേടിയെടുത്തപ്പോ അതിന്റെ നേട്ടം ഉണ്ടാക്കിയെടുത്തത് ഈ മലബാറിലെയും മലപ്പുറത്തെയും മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കുമാണ് മുസ്ലിം ലീഗിന്റെ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. പിന്നെ വേണമെങ്കിൽ പറയാം, എണ്ണത്തിൽ കൂടുതൽ ഞങ്ങളുടെ മലപ്പുറത്ത് ഒരുപാട് മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറെ മദ്രസയും കുറെ കോളേജും കുറെ സ്കൂളുകളും കുറെ എത്തീംഖാനകളും കുറെ ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് എന്ന് എണ്ണത്തിൽ കൂടുതൽ ആളുകളാണ് കൊണ്ട് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മലപ്പുറത്തെക്കാളും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഈ രാജ്യത്ത് വേറുണ്ട്. പശ്ചിമ ബംഗാളിലെ 4 ജില്ലയുണ്ട്. മലപ്പുറം ജില്ലയെക്കാളും മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലുള്ള 4 ജില്ലകൾ പശ്ചിമ ബംഗാളിലുണ്ട്. അതിലൊരു ജില്ലന്റെ പേര് മിഡ്നാപൂർ എന്നാണ്. മിഡ്നാപൂർ എന്താ മിഡ്നാപൂർ? മിഡ്നാപൂർ എന്ന് പറഞ്ഞാൽ മദീനാപുരി എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധമായ മദീനയുടെ പേരിലുള്ള ഒരു ജില്ലയാണ്. ആ മദീനാപുരിയിൽ മലപ്പുറം ജില്ലയെക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. എന്നിട്ടും ആ മദീനാപുരിയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളിക്കൂടമോ ഒരു മദ്രസയോ ഒരു കോളേജോ ഇല്ലാത്ത വിധത്തിൽ അവിടുത്തെ ജീവിതം ദുസ്സഹമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ മദീനാപുരിയിലെ മുസ്ലിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് ഈ മലപ്പുറത്തെ മുസൽമാന് നേടാൻ കഴിഞ്ഞത്, ഈ മലബാറിലെ മുസൽമാന് നേടാൻ കഴിഞ്ഞത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലാണ്. അതാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അന്ന് വിളിച്ചു പറഞ്ഞത്. എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ടല്ല, സമ്പത്തിന്റെ ബലം കൊണ്ടല്ല, തറവാടിത്തത്തിന്റെ പെരുമ കൊണ്ടുമല്ല. തറവാടിത്തത്തിന്റെ പെരുമ കൊണ്ട് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ രക്ഷപ്പെടണമായിരുന്നു. 800 കൊല്ലം ഈ രാജ്യം ഭരിച്ച 800 കൊല്ലം ഈ രാജ്യം ഭരിച്ച മുഗൾ രാജാക്കന്മാരുടെ പേരക്കുട്ടികളാണ് ഉത്തരേന്ത്യയിലെ ഇന്ന് ഹൗറ പാലത്തിന്റെ ചുവട്ടിലിരുന്ന് റിക്ഷ വലിക്കുന്നവൻ. ഡൽഹിയുടെ തെരുവീതികളിൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ അപ്പുറത്ത് കൊടും തണുപ്പില് കിടന്നുറങ്ങാൻ കഴിയാതെ ഒരു കൂര പോലും ഇല്ലാതെ തണുത്ത് വിറങ്ങലിച്ചു നിൽക്കുമ്പോ കൂട്ടിയിടാൻ പുതപ്പ് പോലും ഇല്ലാതെ ചാക്ക് കെട്ടുകൾ കൂട്ടിയിട്ട് ആ ചാക്ക് കെട്ടുകൾക്കുള്ളിൽ കിടന്നിറങ്ങുന്ന മുസൽമാൻ ഇന്ന് ഡൽഹിയുടെ തലസ്ഥാന നഗരിയിലുണ്ട്. അവിടെയൊക്കെ 4ഉം 5ഉം വാപ്പാന്റെ അപ്പുറത്തൊക്കെ നോക്കിയാൽ ഇന്ത്യ രാജ്യം ഭരിച്ച രാജാക്കന്മാരെ പേരക്കുട്ടികളാവുമല്ലോ. എന്തുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്? ആ ഡൽഹിയിലെ മുസൽമാൻ ഇല്ലാത്തതാണ്. രാജകുടുംബത്തിലെ പേരക്കുട്ടികൾക്ക് കിട്ടാത്ത വലിയ അനുഗ്രഹം ഈ മലപ്പുറത്തെ മുസൽമാനുണ്ട്. ഇവിടെ ഒരു മുസ്ലിം രാജകുടുംബവും ഇതിന്റെ മുമ്പ് കടന്നു പോയിട്ടില്ല. ആകെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം രാജകുടുംബം എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ അറക്കൽ രാജാവിന്റെ കുടുംബം. അതിനപ്പുറത്തൊക്കെ മലപ്പുറത്തും കണ്ട് ഒരു രാജകുടുംബവും കടന്നു പോയിട്ടില്ല. എന്നിട്ടും ഈ മലപ്പുറത്തെ ഈ നന്നമ്പ്രയിലെ ഈ വെള്ളിയാപ്പുറത്തെ കുടുങ്ങിയിലെ പാടത്ത് പണിയെടുത്ത പാവപ്പെട്ട മമ്മദാഖാന്റെ പേരക്കുട്ടി ഇന്ന് നാട്ടിലെ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന മലപ്പുറത്തെ ചെറുപ്പക്കാരൻ ഇന്ന് IAS പാസ്സായിട്ട് നാട് ഭരിക്കുന്ന കലക്ടറാണ്. ഇന്ന് വലിയ വലിയ സ്ഥാനമാനങ്ങളിലാണ്. എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? എങ്ങനെ ഈ മലപ്പുറത്ത് ഇത്രയധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നു? എങ്ങനെ ഇത്രയധികം കോളേജുകൾ ഉണ്ടായി? യൂണിവേഴ്സിറ്റികളുടെ കാര്യം എടുക്കുമ്പോ ഒരു പക്ഷെ അതിന് മത്സരമായിട്ട് എടുക്കുമ്പോ നമ്മുടെ മലപ്പുറം ജില്ല ഗിന്നസ് ബുക്കിൽ കയറി പോകും. അത്രത്തോളം യൂണിവേഴ്സിറ്റികൾ നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് ഈ സാധനങ്ങളൊന്നും നമ്മുടെ രാജ്യത്തില്ല. എന്നതൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1967 ശേഷം, ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചു വെച്ച 1967 മുമ്പുള്ള മലപ്പുറവും കേരളവും മലബാറും ഒന്ന് പഠിക്കുക. 1967 ശേഷം മുസ്ലിം ലീഗുകാരൻ, ഒന്നാമത്തെ മുസ്ലിം ലീഗുകാരൻ മന്ത്രിയായി കടന്നു വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എടുക്കുക. മഹാനായ CH കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി CH പറഞ്ഞു, ഈ സമുദായത്തിന് വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനാണ് ഒരു സമുദായത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക. വിദ്യാഭ്യാസം വേണം. എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും? സ്ഥാപനങ്ങളില്ല. പാലക്കാട്ട് ഒരു വിക്ടോറിയ കോളേജ് മാത്രമാണ് ആകെ ഒരു കോളേജായിട്ട് ഈ പ്രദേശത്തുള്ളത്. പാലക്കാട്ട് വിക്ടോറിയ കോളേജ് മാത്രം, വേറെ ഒരു കോളേജുകൾ ഈ പ്രദേശത്തില്ല. മഹാനായ CH പറഞ്ഞു, കോളേജുകൾ ഇവിടെ കൊണ്ടുവരണം.
കോളേജുകൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതിന് സ്ഥാപനങ്ങൾ വേണം, അഫിലിയേഷൻ കൊടുക്കണം. ഒരു കേരള യൂണിവേഴ്സിറ്റിയാണ് ഈ കേരള സംസ്ഥാനത്തിലുള്ളത്. ആ കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റി വിഭജിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട്ടിന്റെ മണ്ണിൽ കാലിക്കറ്റ്, മലപ്പുറത്തിന്റെ മണ്ണിലാണ് പേര് കൊടുത്തത് കാലിക്കറ്റ് എന്നാണ്. മഹാനായ CH ദീർഘവീക്ഷണാണ്. പലരും ചോദിച്ചു, മലപ്പുറം ജില്ലയിലല്ലേ, നമുക്ക് മലപ്പുറം പേര് കൊടുത്താൽ പോരെ? CH പറഞ്ഞു, പോരാ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് കൊടുക്കണം. കാരണം മലപ്പുറം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് വേണ്ടെന്നുള്ള തീരുമാനമായിട്ട് വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. തേഞ്ഞിപ്പലത്തിന്റെ ആ മൊട്ടക്കുന്നിന്റെ മുകളിൽ വന്നിട്ട് മഹാനായ CH 967 വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷം 968 മഹാനായ CH അവിടെ കൊണ്ടുവന്ന ഒരു കല്ല് പാകി. ഇന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. മഹാനായ CH, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ CH ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിടുമ്പോ ആ CH തൊട്ടപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. കറുത്ത കോട്ടിട്ട, വെള്ളക്കെട്ട് തലയിൽ കെട്ടിയ, വട്ടത്താടിയും വെച്ച മഹാനായ ഒരു മനുഷ്യൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിന്റെ പടനായകനായിരുന്ന ഒരു മനുഷ്യൻ. വലിയ അത്ഭുതം എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ശിഷ്യനായ പ്രിയപ്പെട്ട CH തറക്കല്ലിടാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. ഈ CH പള്ളിയിലെ മുല്ലാഖാന്റെ മകനായിട്ട്, അത്തോളിയിലെ ആലി മുല്ലാഖാന്റെ മകനായി, പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന മുക്രിയായ ആലി മുല്ലാഖാന്റെ മകനായി, അത്തോളിയിലെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ചെറിയോരങ്കണ്ടി മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, പഠിക്കാൻ കാശില്ലാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് കോഴിക്കോട്ടെ വെള്ളിയങ്ങാടിയിലെ ഏറ്റവും വലിയ പാണ്ഡികശാലയിലെ മുതലാളിയായിരുന്ന, ബിസിനസ്സുകാരനായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ആ ബാഫക്കി തങ്ങൾ അന്ന് പാവപ്പെട്ട മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് കൊടുക്കും. ആ ബാഫക്കി തങ്ങൾ കൊടുത്ത സ്കോളർഷിപ്പും വാങ്ങിയിട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മഹാനായ CH മുഹമ്മദ് കോയ ബാഫക്കി തങ്ങൾക്ക് അന്നറിയില്ല ഈ കൊടുക്കുന്ന സ്കോളർഷിപ്പ് നാളെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ചെറുപ്പക്കാരനാണ് എന്നറിഞ്ഞിട്ടല്ല ബാഫക്കി തങ്ങൾ കൊടുത്തത്. മറിച്ച് ഈ സമുദായത്തിലെ കുട്ടികൾ പഠിച്ച് വളരട്ടെ, ഈ സമുദായത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസമുള്ളവരായിട്ട് മാറട്ടെ എന്ന ബാഫക്കി തങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ഈ സമുദായത്തിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെച്ചപ്പോ അതിലെ ഒരു അംശവും പറ്റിക്കൊണ്ട് മഹാനായ CH കടന്നു വന്നു. ആ CH ബാഫക്കി തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് തനിക്ക് സ്കോളർഷിപ്പ് നൽകി, തന്നെ വളർത്തിയ, തന്നെ പഠിപ്പിച്ച് വലുതാക്കിയ, അതോടൊപ്പം നൂറുകണക്കിന്, ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത, ആയിരക്കണക്കിന് യതീം കുട്ടികൾക്ക് വാപ്പയായി മാറിയ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദ്രസകൾ ഈ കേരള സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇന്ന് സമസ്തക്ക് കീഴിൽ 10,000-കണക്കിന് മദ്രസകളുണ്ട്. ഒരു കാലത്ത് മദ്രസകളില്ലാത്ത കാലത്ത് ഈ മതവിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ബാഫക്കി തങ്ങൾ വന്നിട്ട് ഭയന്നു പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണിൽ. അങ്ങനെ മദ്രസകൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് യതീം കുട്ടികൾക്ക് വാപ്പയായി മാറിയ പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ആ ബാഫക്കി തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ഒരു കല്ല് പാകുകയാണ്. 968 ഈ മലപ്പുറത്തിന്റെ, മലബാറിന്റെ ഗതി മാറ്റിയ തറക്കല്ലായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ തറക്കല്ല്. ആ കല്ല് CH ഇട്ടതിന് ശേഷമാണ് പിന്നെ ഈ കാണുന്ന കോളേജുകളും ഈ കാണുന്ന സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുഴുവനും ഈ നാട്ടിൽ വരുന്നത് CH അന്നിട്ട കല്ലിന്റെ പിറകിലാണ്. അങ്ങനെ ഈ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച CH, പിന്നെ CH ഈ സമുദായത്തിലെ ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം നേടണം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിലുണ്ടാക്കിയെടുത്ത മാറ്റാണ്. ഇന്ന് എത്ര കുട്ടികൾ എഞ്ചിനീയറിംഗിന്റെ, മെഡിക്കൽ എൻട്രൻസിന്റെ, വലിയ വലിയ പരീക്ഷകളുടെ, സിവിൽ സർവീസ് പരീക്ഷകളുടെ ഒക്കെ റിസൾട്ട് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മുസ്ലിം പെൺകുട്ടികൾ, റാങ്ക് നേടിയ മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രമാണ്. ആലോചിക്കണം, എങ്ങനെയാണ് കടന്നു വന്നത്, എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. അവിടെയാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അന്ന് 967 CH പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പെൺകുട്ടികൾ അവർ വിദ്യാഭ്യാസമുള്ളവരാകണം. ഈ സമുദായത്തെ വിളിച്ചുകൊണ്ട് CH പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ പെൺകുട്ടികൾ, അവരെ പോറ്റി വളർത്തുന്ന കുട്ടികൾ വളരുമ്പോ, അവർ വലുതാകുമ്പോ, അവർ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോ സംശയം ചോദിക്കുമ്പോ നമുക്കറിയില്ല. അപ്പൊ നമ്മളൊക്കെ വാപ്പാരാണ്, നമ്മളൊക്കെ എത്ര ആള് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കാനുണ്ട് വരിയിൽ, അല്ലെ? നമ്മൾ ഈ യോഗം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെരീക്കാണ്ട് ചെല്ലുമ്പോ തന്നെ 9-10 ആരാ പഠിപ്പിക്കുക? നമ്മളെ ഭാര്യമാര് പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾ സംശയം ചോദിക്കുമ്പോ നമ്മളെ ഭാര്യമാര് പറഞ്ഞു കൊടുക്കും, അല്ലെ? ഉമ്മമാരാണ് ഒന്നാമത്തെ മദ്രസ, ഉമ്മയാണ് ഒന്നാമത്തെ പള്ളിക്കൂടം. ആ ഉമ്മ ഒന്നാമത്തെ ടീച്ചറായി, ഒന്നാമത്തെ അധ്യാപകയായി മാറണമെങ്കിൽ ഉമ്മക്ക് വിവരം ഉണ്ടാകണം. CH പറഞ്ഞ വാക്കുകളാണ്.
CH പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. സമുദായം പറഞ്ഞു, CH നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എന്ത് ചെയ്യും? പഠിക്കാൻ പള്ളിക്കൂടങ്ങളില്ല. നമുക്കറിയാം, നമ്മുടെ ഈ കൊടിഞ്ഞിയിലും ഈ തിരുവരങ്ങാടിയിലും ഈ ജില്ലയിലും ഒക്കെ ഒരു സ്കൂൾ കഴിഞ്ഞാൽ 10-15 കിലോമീറ്റർ അപ്പുറത്ത സ്കൂളുകൾ ഉണ്ടായിരുന്നത്. മഹാനായ CH 1967 വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ ഓരോ നാട്ടിലേക്ക് പോവാൻ, എന്നിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയായിട്ടുള്ള ആളെ കാണുക, എന്നിട്ട് പറയാം, നിങ്ങൾ ആ റോഡ് സൈഡിലുള്ള സ്ഥലം കൊടുക്ക്, ഞാനൊരു സ്കൂൾ തരാം. അങ്ങനെ സ്കൂളുകൾ കൊണ്ടുവരാൻ. അങ്ങനെ ഓരോ നാട്ടിലും ഒരു പഞ്ചായത്തിൽ നിർബന്ധമായും ഒരു ഹൈസ്കൂൾ എന്നുള്ള നിയമം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കൊണ്ടുവരാൻ. അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലേക്കും ഹൈസ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കണം. എന്നിട്ടും സമുദായത്തിലെ പെൺകുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്ക് വരുന്നില്ല. ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ്? അപ്പൊ പറയുന്നു, എങ്ങനെയാണ് ഞങ്ങളെ പെൺകുട്ടികളെ പറഞ്ഞേക്കുക? കാരണം ഞങ്ങൾ പട്ടിണിയിലാണ്. 1960-ന്റെയും 70-ന്റെയും കാലത്ത് ഗൾഫ് പണത്തിന്റെ സ്വാധീനം ഈ സമുദായത്തിന് ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ല പട്ടിണിയിലാണ്. കാരണന്മാർക്കറിയാം, കഞ്ഞി കുടിക്കുമ്പോ കഞ്ഞിയിൽ ഒരു മണി വച്ച് കിട്ടിയപ്പോ അത്ഭുതത്തോടു കൂടി കഞ്ഞിയിൽ ഒരു മണി വച്ച് കിട്ടിയതിനെ കുറിച്ച് കഥകൾ എഴുതിയ കാലം കടന്നുപോയിട്ടുണ്ട്. ആ ഒരു കാലത്തിലൂടെയാ കടന്നുപോയത്. പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ പറഞ്ഞിട്ടാണ് ആദ്യം സിലോണിലേക്കും പിന്നെ റങ്കൂണിലേക്കും പിന്നെ ഗൾഫിലേക്കും ഒക്കെ തോണിയിൽ കടന്നിട്ട് ലോഞ്ചിൽ കടന്ന് അവസാനം കടലിൽ ചാടി ആ കടല് നീന്തി കടന്നു പോയ മലപ്പുറത്തെ മാപ്പിളയുടെ കഥകൾ നമ്മുടെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം. അത് കടന്നു പോയത് നാട്ടിലെ പട്ടിണി ഓർത്തിട്ടാണ്, നാട്ടിലെ പ്രയാസം ഓർത്തിട്ടാണ്. പിഞ്ചു കുട്ടികള് കരഞ്ഞിട്ട് നിലവിളിക്കാൻ, ഒരു തുണിക്ക് പകരം മറ്റൊരു തുണി മാറ്റി കൊടുക്കാനില്ലാത്ത മലപ്പുറത്തെ മാപ്പിളയുടെ ചരിത്രം പഴയകാലത്തെ പുസ്തകങ്ങളിലും കഥകളിലും പാട്ടുകളിലും കടന്നു വന്നിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ചത്തെ ജുമാ കഴിഞ്ഞിട്ട് അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ ഒരു ഉടുത്ത തുണി മാറ്റി കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ മലപ്പുറത്തെ പാടത്തും കുളത്തിലും ഇരുന്നിട്ട് കുത്തിത്തിരുമ്പി ആ തുണി ഉണക്കി കഴിയുന്നത് വരെ ആ കുളത്തിലിരുന്ന് നഗ്നത മറച്ച് അവസാനം ആ തുണി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ തുണി തന്നെ ഉടുത്തുകൊണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് പോയിരുന്ന ഒരു കാലത്തെ മലപ്പുറത്തെ മാപ്പിള ഉണ്ടായിരുന്നു. പട്ടിണിയായിരുന്ന മലപ്പുറത്തെ മാപ്പിള, പ്രയാസപ്പെട്ടിരുന്ന മലപ്പുറത്തെ മാപ്പിള. ആ മലപ്പുറത്തെ മാപ്പിളയോടാണ് CH എന്ന് പറഞ്ഞത്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം, പഠിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എങ്ങനെ ഞങ്ങളെ പെൺകുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കും? പുസ്തകം നിങ്ങൾ കൊടുക്കായിരിക്കും, പെന്നും പെൻസിലും നിങ്ങൾ കൊടുക്കായിരിക്കും, പക്ഷേ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഔറത്ത് മറച്ചുകൊണ്ട് അന്യ കുട്ടികളുടെ കൂടെ പോയിരിക്കാനുള്ള മര്യാദക്കുള്ള വസ്ത്രം പോലും ഈ സമുദായത്തിന്റെ കയ്യിലില്ല. അവിടെയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾ അറിയണം, മുസ്ലിം ലീഗ് ഈ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളോട് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ സർവീസിൽ നിന്നും ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നും പണമെടുത്തു കൊടുത്ത ഒരു സർക്കാർ ഈ രാജ്യത്തിലുണ്ടെങ്കിൽ അത് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഗവൺമെന്റാണ്. മുസ്ലിം ലീഗാ കൊണ്ടുവന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഗവൺമെന്റിന്റെ ഖജനാവെന്ന് പൈസ എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഈ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് കാണുമ്പോ ഈ സമുദായത്തിലെ ആളുകൾ പെൺകുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കട്ടെ. പഠിക്കാനല്ലെങ്കിലും സ്കോളർഷിപ്പ് കിട്ടാനെങ്കിലും ആ പൈസ കിട്ടുമെന്ന് കണ്ടിട്ടെങ്കിലും പെൺകുട്ടികൾ പോകട്ടെ. അങ്ങനെ ഈ സമുദായത്തിലെ പെൺകുട്ടികളെ പള്ളിക്കൂടത്തിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അവിടുന്ന് ഉണ്ടാക്കിയെടുത്ത മാറ്റാണ്, മെല്ലെ 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 ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവന്ന് ഇന്ന് ഈ കാണുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ സ്ഥാനമാനങ്ങളും വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളുമായി മലപ്പുറം ജില്ല ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ പരിവർത്തനം ഈ രാജ്യത്ത് കൊണ്ടുവന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നുണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ്. ആ CHന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് അങ്ങനെ കടന്നുപോയി. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ കടന്നുപോയി. ഈ അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ, ഈ സമുദായത്തെ ഇന്ന് കാണുന്ന ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കടന്നുപോയി. പക്ഷെ അവരൊക്കെ ഒരുപാട് ആളുകൾ ഈ വെള്ളിയാമ്പുറത്തുണ്ടാകാം. ഇന്ന് മാർച്ച് 10 നമ്മൾ മുസ്ലിം ലീഗിന്റെ സ്ഥാപക ദിനത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് നടന്നുപോയ ഒരുപാട് കാരണന്മാർ കടന്നുപോയിട്ടുണ്ടാകും. എല്ലാരും നമുക്കറിയില്ല, എല്ലാരും MLA ആയിട്ടുണ്ടാവില്ല, എല്ലാരും MP ആയിട്ടുണ്ടാവില്ല, എല്ലാരും പഞ്ചായത്ത് മെമ്പറോ സ്ഥാനത്തിലോ എത്തിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ മറ്റുള്ള ആളുകൾ പോലും അറിയാത്ത ഒരുപാട് സാധാരണക്കാരായ പ്രവർത്തകരുണ്ടാകും. അങ്ങനെ പ്രവർത്തകർ CH പൊന്നാനിയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
ഈ കൊടിഞ്ഞിന്ന് ജാഥ വിളിച്ചിട്ട് പൊന്നാനിക്ക് നടന്നുപോയ കാലഘട്ടം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചിട്ട് മുസ്ലിം ലീഗ് എവിടെയാണുള്ളത്, ഇന്ന് പരിപാടി എവിടെയാണെന്ന് ചോദിച്ചിട്ട് പാലമില്ലാത്ത കാലത്ത്, റോഡില്ലാത്ത കാലത്ത്, തെരുവ് വിളക്കുകളില്ലാത്ത കാലത്ത് മുസ്ലിം ലീഗ് എന്ന ഈ ഒരു ഇസ്സത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ നടന്നു പോയി മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യവും വിളിച്ച് മഹാനായ KT മാനു മുസ്ലിയാരുടെ ചരിത്രം പറയുമ്പോൾ മാനു മുസ്ലിയാരെ കുറിച്ച് ഒരിക്കൽ ലേഖനം വായിച്ചിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ നിന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കരുവാരക്കുണ്ടിൽ നിന്ന് നടന്നു വന്ന് പാലത്തിങ്ങൽ, പരപ്പനങ്ങാടി പാലത്തിങ്ങൽ നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലേക്ക് നടന്നു വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത KT മാനു മുസ്ലിയാരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കിലോമീറ്ററുകൾ നടന്നുപോയി മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരു കാലത്തെ ആളുകളുടെ ചരിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധാരണക്കാർ കടന്നുപോയിട്ടുണ്ട്. അവരുടെയൊക്കെ ത്യാഗത്തിന്റെയും വിയർപ്പിന്റെയും പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ മുസ്ലിം ലീഗ് പാർട്ടി ഇന്ന് അന്തസ്സോട് കൂടി ഉയർന്നു നിൽക്കുന്നത്. അവർക്കൊന്നും തിരിച്ചൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. അവരെ പലർക്കും ഒരുപക്ഷെ അവരാരാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ച് നമുക്കൊന്നു കൊടുക്കാൻ പറ്റും. അവരെന്തിനു വേണ്ടിയാണോ ആ ത്യാഗം സഹിച്ചത്, അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും അവരുടെ വിയർപ്പുകളും ഒക്കെ മാറ്റിവെച്ചത് എന്തിനു വേണ്ടിയാണോ, ആ ഒരു നേട്ടം അവർക്ക് അഭിമാനത്തോടു കൂടി കാണാൻ കഴിയും. കാരണം അവരുടെ ജീവിതവും അവരുടെ സമയവും ഒക്കെ മാറ്റിവെച്ചപ്പോ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പ്രദേശമായി നമ്മുടെ മലപ്പുറവും മലബാറും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയും മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രം പറയുന്ന അറേബ്യൻ നാടുകളിൽ പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഈ മുസ്ലിം സമൂഹത്തിന് ഇന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പൂർവ്വപിതാക്കളുടെ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ്, അവർ നേടിയെടുത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ ഒരു അഭിമാനത്തിന്റെ അവരുടെ വിയർപ്പ് തുള്ളികൾക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് മുസ്ലിം ലീഗിനെ നയിക്കുക എന്ന ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. വരും കാലത്തെ ഒരു തലമുറ, നമ്മെ കാത്തിരിക്കുന്ന ഒരു തലമുറയുണ്ട്. വരും കാലത്ത് ഈ നാട്ടിൽ ജീവിക്കേണ്ട, ഇവിടെ വളർന്നു വരേണ്ട പുതിയ തലമുറയിലെ ആളുകൾ, ആ തലമുറക്ക് ഈ പതാക കൈമാറി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കൈകളിലാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള കർമ്മഭടന്മാരാണ് നമ്മൾ. നമുക്ക് മുമ്പിലുള്ളത് വലിയ വലിയ വെല്ലുവിളികളാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളുടെ ഭാഗത്തിന്, നേരത്തെ കുഞ്ഞിമരക്കാർ സാഹിബ് പറഞ്ഞല്ലോ, വനിതാ ദിനത്തില് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിച്ചപ്പോ തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാജ്യത്തിന്റെ പാരമ്പര്യത്തിനെതിരാണ്. ഇത് ഇന്ത്യയുടെ പാരമ്പര്യമല്ല, മറിച്ച് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സംസ്കാരം രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകളുമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ കടന്നു വരികയാണ്. ഒരു പുതിയ സംസ്കാരം ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമയോടുകൂടി ജീവിച്ചു വന്ന ഒരു രാജ്യത്ത് ഹിന്ദുവിനെ വേറെ ഒരു പേരിലും മുസ്ലിമിനെ വേറെ ഒരു പേരിലും അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലെ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ ഹിന്ദു അതിന്റെ നേരെ വിപരീതം എന്ത് എന്ന് ചോദിക്കുമ്പോ മുസ്ലിം എന്ന് എഴുതണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ ഭരണകൂടങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോലും വർഗീയതയുടെ വിഷവിത്തുകൾ കുത്തി നിറച്ചുകൊണ്ട് അതിന്റെ അങ്ങനെ വർഗീയതയുടെ ഒരു പുതിയ സംസ്കാരം, തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ വോട്ട് കിട്ടാൻ വേണ്ടി പുതിയ പുതിയ വർഗീയ അജണ്ടകളുമായി കടന്നു വരുന്ന കഴിഞ്ഞ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുമ്പാണ്, അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മുമ്പാണ് അവിടെ മുസഫർ നഗറിലെ കലാപം അഴിച്ചുവിട്ടത്. ആ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് അവിടെ നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത്. അങ്ങനെ കലാപങ്ങളും അക്രമങ്ങളുമായി രാജ്യത്തിന്റെ പാരമ്പര്യം തകർത്തുകൊണ്ടുള്ള ഒരു സമീപനങ്ങളുമായി ഒരു ഭാഗത്ത് പോകുമ്പോ മറ്റൊരു ഭാഗത്ത് നാട് ഭരിക്കുന്ന ഭരണകൂടം, ഈ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരും പറയുന്നു ഞങ്ങൾ RSSനെതിരാണ് എന്ന്. പക്ഷെ വലിയ വാക്കുകൾ പ്രസംഗിക്കുക എന്നല്ലാതെ കയ്യിലുള്ള ആയുധം പ്രയോഗിക്കാൻ പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ കർണാടകയിൽ പോയി പ്രസംഗിക്കും, ഞങ്ങൾ ബ്രണ്ണൻ കോളേജിന്റെ മുമ്പ് കൂടി ഉയർത്തിപ്പിടിച്ച കത്തിക്ക് മുമ്പിൽ കൂടി പോയ ആളാണ് ഞാനെന്നൊക്കെ വലിയ വായിൽ പിണറായി വിജയൻ പറയുമ്പോ തന്റെ കയ്യിലുള്ള അധികാരം ഈ കേരള പോലീസ് പിണറായിയുടെ കയ്യിലാണ്. ഇവിടുത്തെ എല്ലാ അധികാരവും പിണറായിയുടെ കയ്യിലാണ്. പക്ഷെ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘപരിവാരത്തിന്റെ അജണ്ടയും ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങൾക്ക് നമുക്ക് ഉദാഹരണമാണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല.
നമ്മുടെ ഫൈസലിന്റെ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികളെ പിടികൂടാൻ ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നടന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്ന് വരെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ RSSനെതിരാണ് എന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും ചെയ്യും. എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോകുമ്പോ വർഗീയ അജണ്ടകൾ മുണ്ടെടുത്ത മോഡിയും കുർത്തയിട്ട മോഡിയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ പുതിയ പുതിയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ നാട്ടിലെ പുതിയ ചെറുപ്പക്കാരെ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്ത് ജീവിക്കേണ്ടത്, ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത്, ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചു പോകേണ്ടതിന് അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതകളെ നിറവേറ്റി കൊടുക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ച മുസ്ലിം ലീഗിന്റെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഈ ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഈ സന്ദേശത്തെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.